ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. സോ അറിയാലോ, കഴിഞ്ഞ ഹോം മാച്ച് നമ്മൾ ജയിച്ചു. 3-0 എന്നുള്ള ഒരു സ്കോറിൽ നമ്മൾ ജയിച്ചു. ഒരു ആശ്വാസം പകരുന്ന ഒരു സ്കോറാണ്. കാരണം 3-0 വിൻ, എന്താ പറയുക, ഹോം ഗെയിമിലൊരു ജയം, നമ്മൾ ഗോള് കൺസീഡ് ചെയ്തില്ല, ഒരു ക്ലീൻ ഷീറ്റ്. അപ്പം നല്ലൊരു റിസൾട്ട് തന്നെയാണ്. പക്ഷേ സെയിം ടൈം ഇപ്പുറത്തെ സൈഡിൽ ചിന്തിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, മുഹമ്മദൻ സെസി എന്ന് പറയുന്നത് ISL പോയിന്റ് ടേബിളിലെ അവസാന സ്ഥാനക്കാരാണ്, 13ാം സ്ഥാനക്കാരാണ്. നമ്മൾ 10ാം സ്ഥാനക്കാരാണ്. എന്നിരുന്നാൽ പോലും ഒരു അവസാന സ്ഥാനക്കാരുമായിട്ടുള്ളൊരു വിജയം ആണ്. അപ്പം നമ്മൾ എന്താ പറയുക, മതിമറന്ന് ആഘോഷിക്കാനുള്ളൊരു വിജയം എന്ന് പറയാനില്ല. അതിൽ ഒരു ഗോള് ഒരു ഓൺ ഗോളായിരുന്നു. അപ്പോൾ ഒരു ഓൺ ഗോളിൽ നിന്ന് കിട്ടിയ ഒരു കോൺഫിഡൻസിൽ കളിച്ചൊരു ടീം എന്നുള്ളൊരു എന്താ പറയുക, ഒരു എക്സ്ട്രാ ഒരു കാര്യം നമ്മളെ ടീമിനുണ്ട്. പക്ഷെ എന്നിരുന്നാലും 3 ഗോള്, ബാക്കി 2 ഗോൾ നല്ല ഗോൾ തന്നെയായിരുന്നു. അപ്പം ഒരു നല്ലൊരു കുഴപ്പമില്ലാത്തൊരു ഗെയിം സെക്കൻഡ് ഹാഫിൽ വന്നിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫിൽ അത്ര ഒരു മികച്ച ഒരു പെർഫോമൻസ് എന്ന് പറയാനില്ലെങ്കിൽ പോലും, പിന്നെ പോസിറ്റീവായിട്ട് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, കൊറോ സിംഗിൻ്റെ പെർഫോമൻസ്, ലൂണയുടെ അസിസ്റ്റ്, അപ്പം കുറച്ച് നല്ല മൊമെന്റ്സ് ഉണ്ട് മാച്ചിൽ. അതേപോലെ ഡിഫൻസ് ഒരു മിസ്റ്റേക്ക് പോലും വരുത്താത്തൊരു മാച്ചായിരുന്നു. ഡിഫൻസ് ലൈനായാലും കീപ്പറായാലും ഒരു മിസ്റ്റേക്ക് പോലും വരുത്തിയില്ല. അപ്പം അതുകൊണ്ട് തന്നെ നമുക്കൊരു ക്ലീൻ ഷീറ്റ് കിട്ടിയിട്ടുണ്ട്. ഓവറോൾ കുഴപ്പമില്ലാത്തൊരു പെർഫോമൻസ് ആയിരുന്നു. എന്താ പറയുക, ഹോം ഗെയിമിലൊരു വിൻ എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. 3 പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. പോയിന്റ് ടേബിളിൽ ഒരു പ്ലേ ഓഫ് സാധ്യത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അപ്പം അതിലേക്ക് അടുക്കാൻ ഈ ഒരു 3 പോയിന്റ് ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. അതേപോലെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു മാച്ചിൽ മഞ്ഞപ്പടേൻ്റെ പ്രൊട്ടസ്റ്റ് സ്റ്റാൻഡിൽ ഉണ്ടായിരുന്നു. പ്ലക്കാർഡ്സും കാര്യങ്ങളും, മാനേജ്മെൻറ്റിനെതിരെയുള്ള ഒരു ബാനറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം എന്താ പറയുക, ടീം 3-0 എന്നുള്ളൊരു സ്കോറിൽ ജയിച്ചു. ഇനി ഒരു പ്രൊട്ടസ്റ്റ് അവസാനിപ്പിക്കുകയോ ഇല്ലയോ എന്നുള്ള ഡൗട്ട് പലർക്കും ഉണ്ടായിരിക്കും. അപ്പം എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു 3-0 എന്നുള്ളൊരു സ്കോറിൽ ജയിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ ഒരു ഹോം വിന്നിന് വേണ്ടിയോ അല്ല മഞ്ഞപ്പട ഈ പ്രൊട്ടസ്റ്റിന് ഇറങ്ങിയതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അല്ലെങ്കിൽ ഞാൻ ആ പ്രൊട്ടസ്റ്റിൻ്റെ ഭാഗമാവാൻ ശ്രമിച്ചത് ഈ ഒരു ജയം കാണാനോ ടീമിൻ്റെ 3-0 എന്നുള്ളൊരു വലിയൊരു വിജയം കാണാനൊന്നും വേണ്ടിയല്ല. പോയിന്റ് ടേബിളിൽ അവസാന സ്ഥാനക്കാരുമായിട്ട് നേടിയ ഒരു വിജയത്തെ വലിയൊരു മഹത്തായിട്ട് ചിത്രീകരിക്കാനും എനിക്ക് താല്പര്യമല്ല. ഒരു ജയം, അതിൽ വളരെ സന്തോഷമുണ്ട്. ടീമിൻ്റെ ഒരു ജയത്തിൽ വളരെ സന്തോഷിക്കുന്ന ഒരാളാണ്. 3 പോയിന്റ് കിട്ടിയതിൽ അതിലും എക്സ്ട്രാ സന്തോഷമുണ്ട്. ഹോം വിൻ ആയതുകൊണ്ട് അതിലും സന്തോഷമുണ്ട്. പക്ഷേ അത് ഒരു വലിയ സംഭവമായിട്ട് കണ്ടുകൊണ്ട് മുന്നത്തെ കാര്യങ്ങളെല്ലാം മറക്കാൻ എനിക്ക് തീരെ താല്പര്യമില്ല. ഇപ്പോഴും എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ, എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ എനിക്ക് പറയാനുള്ളത്, മാനേജ്മെൻറ്റിൻ്റെ ഇനിയും കാര്യങ്ങൾ റെഡി ആവാണ്ട്, അല്ലെങ്കിൽ അവരെ നയങ്ങളും തീരുമാനങ്ങളിലും ഇനിയും മാറ്റം വരാണ്ട്, നമുക്ക് വേണ്ട കാര്യങ്ങൾ ഈ ജയമോ അല്ലെങ്കിൽ 3 പോയിന്റോ ഇപ്പം ഒരു താൽക്കാലിക ആശ്വാസം ഒന്നുമല്ല. നമുക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ, മുന്നൊക്കെ വീഡിയോസിലൊക്കെ പറഞ്ഞ പോലെ തന്നെ, നമുക്ക് നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇന്ത്യൻ സൈഡ് വേണം. നല്ല ബെഞ്ച് സ്ട്രെങ്ത് വേണം. ട്രാൻസ്ഫർ വിൻഡോ കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യണം. ഒരു വിന്നിങ് മെൻറ്റാലിറ്റി ഉള്ള ടീം വേണം. വിന്നിങ് മെൻറ്റാലിറ്റി ഉള്ള ടീം വേണമെന്ന് പറയുമ്പോൾ അത് മാനേജ്മെൻറ്റ് തലത്തിൽ നിന്നേ ആ ഒരു വിന്നിങ് മെൻറ്റാലിറ്റി കൊണ്ടുവരണം. ട്രാൻസ്ഫർ വിൻഡോസ് നമ്മൾ നല്ലപോലെ യൂസ് ചെയ്യണം. ഫോറിൻ സൈനിങ്സ് ഒരേ പൊസിഷൻ ചെയ്യാതെ നമ്മൾ ഒരു കോച്ചിനെ വരുമ്പോൾ ആ കോച്ചിന് വേണ്ട രീതിയിലുള്ള സൈനിങ്സ് കൂടി ആയിട്ട് നോക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഒരു ക്രൈസിസ് വരുമ്പോൾ ആ കോച്ചിനെ മാറ്റി വേറെ കോച്ചിനെ കൊണ്ടുവരുന്ന പരിപാടി നമ്മൾ മാറ്റണം. ഇപ്പം നമ്മൾ മാറ്റിയ കോച്ചൊക്കെ അത്യാവശ്യം നല്ല കോച്ച് തന്നെയായിരുന്നു. നമ്മൾ വെറുതെ ഒരു മാനേജ്മെൻറ്റിൽ പ്രഷർ വന്നപ്പോൾ മാനേജ്മെൻറ്റിൻ്റെ ഭാഗം രക്ഷിക്കാൻ വേണ്ടി, ഫാൻസിൻ്റെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടൊരു തീരുമാനം എടുത്ത് കോച്ചിനെ മാറ്റുക എന്നല്ലാതെ അതിലൊന്നും ടീമിനൊരു ഗുണം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം ഒരു ടീമിനെ സ്നേഹിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ എനിക്ക് പറയാനുള്ളത്, മഞ്ഞപ്പട മാനേജ്മെൻറ്റിനെതിരെയുള്ള ഒരു പ്രൊട്ടസ്റ്റ് കണ്ടിന്യൂ ചെയ്യണം. ബാക്കി വരുന്ന ഹോം മാച്ചിൽ ഇതിൻ്റെ അടുത്തൊരു സ്റ്റെപ്പ് എന്നുള്ള നിലയിൽ എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളത് ആലോചിച്ച് ചെയ്യണം. അതിൻ്റെ ഭാഗമാവാൻ എല്ലാവരും മാക്സിമം ശ്രമിക്കുക. ആ ഒരു പ്രൊട്ടസ്റ്റിനെ വിജയിപ്പിക്കാനുള്ള ശ്രമം എല്ലാവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുക. അപ്പം ഈ ഒരു അവസരത്തിൽ ബാക്കി ഫാൻ ക്ലബ്ബ് കൂടി മഞ്ഞപ്പടേൻ്റെ കൂടെ നിന്നാലേ കാര്യമുള്ളൂ. അല്ലാതെ മഞ്ഞപ്പട ഒരു സൈഡിൽ നിന്ന് പ്രൊട്ടസ്റ്റ് നടത്തുമ്പോൾ വേറെ ഫാൻ ക്ലബ്സ് അവിടെ പോയിട്ട് ഡ്രംസ് അടിച്ച് വേറെ ആക്ടിവിറ്റീസ് ഇനീഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മഞ്ഞപ്പട നടത്തുന്ന ഒരു പ്രൊട്ടസ്റ്റ് കൊണ്ട് ഒരു കാര്യമില്ലാതെ ഇപ്പോൾ. അപ്പം എല്ലാവരുടെ ഭാഗത്തു നിന്നും കൂട്ടായിട്ടുള്ളൊരു പ്രവർത്തനം ടീമിൻ്റെ നല്ലൊരു നാളേക്കായി നാളെ നമുക്ക് സന്തോഷത്തോടെ ഈ ഒരു ടീമിൻ്റെ കളി കാണണമെങ്കിൽ നമ്മൾ ഇന്ന് പ്രൊട്ടസ്റ്റ് നടത്തുമ്പോൾ അത് നല്ല രീതിയിൽ ചെയ്താലേ അത് കാര്യമുള്ളൂ. അല്ലാതെ നമ്മൾ പ്രൊട്ടസ്റ്റ് നടത്താമെന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിൽ നിന്ന് മാറിപ്പോയിട്ട് പിന്നെ ഒരു കാര്യമില്ല. അപ്പം അത്രയാണ് ഇപ്പം ഇതിൽ പറയാനുള്ളത്. അപ്പം ടീമിൻ്റെ പെർഫോമൻസിൽ ഹാപ്പിയാണ്. അടുത്ത 2 എവേ ഗെയിംസാണ്. ഈ എവേ ഗെയിംസിലും ജയിക്കാൻ കഴിയട്ടെ. അത് കഴിഞ്ഞിട്ടുള്ളൊരു ഹോം ഗെയിമാണ്. അപ്പം ഈ ഒരു പ്രൊട്ടസ്റ്റിൻ്റെ കാര്യം കണ്ടിന്യൂ ചെയ്യുക. നമ്മളെ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് കൃത്യമായിട്ടൊരു മറുപടി ഫാൻസിന് കിട്ടുന്നവരെ ഇത് പ്രൊട്ടസ്റ്റ് കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളതാണ്. 2 എവേ ഗെയിം ജയിച്ചാൽ കിട്ടാൻ പോകുന്ന കോൺഫിഡൻസും വളരെ വലുതായിരിക്കും. അപ്പം ആ 2 എവേ ഗെയിം ജയിക്കാൻ സാധിക്കട്ടെ. എവേ ഗെയിം കഴിഞ്ഞിട്ടുള്ള ഹോം മാച്ചിൽ എന്താ പറയുക, നമുക്ക് അതും കൂടി വിജയിക്കാനായ ശരിക്കും ടീമിൻ്റെ ഒരു ഡൗൺ ആയി നിൽക്കുന്ന ഒരു കോൺഫിഡൻസ് നല്ല രീതിയിൽ ബൂസ്റ്റ് ആവും.
അപ്പം അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. ഒരു ആരാധകൻ എന്ന നിലയിൽ ടീം എപ്പോഴും വിജയിക്കാനാണ് ഒരു ആഗ്രഹം. പക്ഷേ അതേസമയം നമ്മൾ ഡിസേർവ് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങൾ മാനേജ്മെൻറ്റിൻ്റെ സൈഡിൽ നിന്ന് നേടിയെടുക്കുക എന്നുള്ളത് കൂടി നമ്മുടെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ചിലപ്പം തെറ്റായിരിക്കും, നമ്മുടെ അവകാശമാണ്. അപ്പം അത് നേടാനുള്ള ഒരു പ്രൊട്ടസ്റ്റ് സൈഡിൽ കൂടി നമ്മൾ ചെയ്യുന്ന വേണം. ഇനി വരാൻ പോകുന്ന മാച്ച് ജംഷഡ്പൂരൊക്കെ ആയിട്ടാണ്. അപ്പം ആ ഒരു മാച്ചസിലൊക്കെ ഇപ്പം ഈ ഒരു ടീമിന് ഈ ഒരു വിജയം ആ ഒരു കോൺഫിഡൻസ് നൽകിയിട്ടുണ്ടാവും. ആ ഒരു കോൺഫിഡൻസോട് കൂടി തന്നെ കളിക്കാൻ ഇറങ്ങിയ ഒരു 3 പോയിന്റ് കിട്ടട്ടെ എന്നാണ് ആഗ്രഹം. നമ്മൾ മുന്നുള്ള മാച്ചിലൊക്കെ കണ്ട പോലെ തന്നെ ഫോർവേഡ്സ് നല്ല രീതിയിൽ തന്നെ കളിച്ചിട്ടുണ്ട്. ലൂണയായാലും പെപ്രയായാലും ജീസസ് ഈ ഒരു മാച്ച് ഇല്ലായിരുന്നു. അപ്പം ആ ഒരു കുറവ് നമ്മൾ അധികം അറിഞ്ഞിട്ടില്ല. പെപ്രയൊക്കെ നല്ല രീതിയിൽ തന്നെ കളിച്ചിട്ടുണ്ട്. ലൂണയുടെ അസിസ്റ്റൻ്റ് ആയിരുന്നു, കോറോ സിംഗിൻ്റെ അസിസ്റ്റൻ്റ് ആയിരുന്നു. അപ്പം ഈ കോറോയൊക്കെ നല്ല പ്ലെയറാണ്, നല്ല യങ് ടാലൻ്റ് തന്നെയാണ്. നമ്മൾ ആ പ്ലെയറൊന്നും വിട്ടുകൊടുക്കൂല എന്ന് തന്നെ മാനേജ്മെൻറ്റ് വിട്ടുകൊടുക്കൂല എന്ന് വിചാരിക്കാം. അതേപോലെ ഫോർവേഡ്സ് ആസ് യൂഷ്വൽ നല്ല രീതിയിൽ കളിച്ചു, ഗോൾ അടിച്ചു, നല്ല അറ്റംപ്റ്റ്സ് ഉണ്ടായിരുന്നു. മിഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മളെന്താ പറയുക, അത്രയ്ക്കൊരു ബിഗ് ടീം അല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ പറ്റി മിഡിൽ. ഡിഫൻസിൻ്റെ സൈഡിൽ നിന്ന് പറയുകയാണെങ്കിൽ ഹോർമി നല്ല രീതിയിൽ തന്നെ കളിച്ചിട്ടുണ്ട്. ഹോർമി ഇപ്പം എല്ലാ മാച്ചിലും നല്ല പെർഫോമൻസ് പുറത്തെടുക്കാറുണ്ട്. ചില സമയത്ത് ചെറിയൊരു ഇൻഡിവിജ്വൽ എറേഴ്സൊക്കെ വരുന്നല്ലാതെ ഈ ഒരു സീസണിലുടനീളം അത്യാവശ്യം നല്ല പെർഫോമൻസ് നടത്തിയൊരു പ്ലെയറാണ് ഹോർമിപ്പം. ഈ ഒരു മാച്ചിൽ നല്ല രീതിയിൽ തന്നെ കളിച്ചു. ഡിഫൻസിൻ്റെ സൈഡിൽ നിന്ന് മിസ്റ്റേക്ക് ഒന്നും വന്നില്ല എന്നതാണ് ഈ ഒരു മാച്ചിലെ ഒരു വിജയം. കീപ്പറുടെ സൈഡിൽ നിന്ന് ഒരു മിസ്റ്റേക്ക് പോലും വന്നില്ല. കീപ്പർ നല്ല കോൺഫിഡൻസ് ആയിട്ട് തന്നെ നിന്നിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഡിഫൻസ് ഒന്ന് സോളിഡ് ആയിട്ട് നിന്നപ്പം തന്നെ നമ്മളൊരു കളി മാറി, നമുക്ക് ഗോൾ അടിക്കാൻ പറ്റി. 3-0 എന്നുള്ളൊരു സ്കോറിന് ജയിക്കാനായി. അത് പോയിന്റ് ടേബിൾ അവസാന സ്ഥാനക്കാരാണെങ്കിൽ പോലും 3-0 എന്നുള്ളൊരു ഗോളിനുള്ളൊരു ജയം എന്ന് പറയുന്നത് അത് ഒരു നല്ല വിജയം തന്നെയാണ്. അപ്പം ഈ ഒരു വിജയത്തിൻ്റെ ഒരു പ്രതീക്ഷ നൽകുന്നത് എന്താ പറയുക, ഒരു പ്ലേ ഓഫ് സ്ഥാനം എങ്ങനെയെങ്കിലും എത്തിപ്പിടിക്കാൻ പറ്റുമെന്നുള്ളത് ഒരു പ്രതീക്ഷ നൽകുന്നുണ്ട്. കാരണം ഈ ഒരു ടീമും വെച്ച് പ്ലേ ഓഫ് പോയിട്ട് കാര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കാം. പക്ഷേ സ്റ്റിൽ ISL ആണ്, ഏത് ടീമിനെ എപ്പോൾ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും തോൽപ്പിക്കാം. അപ്പം എങ്ങനെയെങ്കിലും നമ്മുടെ ടീം പ്ലേ ഓഫിൽ എത്തട്ടെ എന്നൊരാഗ്രഹമാണുള്ളത്. എനിവേ നമുക്ക് ഏതായാലും ഈ ഒരു പോസ്റ്റ് മാച്ച് ടോക്ക് എന്നുള്ള രീതിയിൽ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവരോടും ബൈ ബൈ, ടേക്ക് കെയർ.